നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നായ ദൈവത്തിൻ്റെ അവകാശികൾ ശ്രീ പ്രേംകുമാർ അവர்களுടെ ലേഖന സമാഹാരത്തിൻ്റെ 5ാമത്തെ ലേഖനം പ്രൊഫസർ ജി ശങ്കരപിള്ള നാടകകലയുടെ മഹാഗോപുരം എന്ന ലേഖനമാണ് ഇന്നിവിടെ വായിക്കുന്നത്. മലയാള നാടകവേദിയുടെ അതിർവരമ്പുകളെ പുനർനിർണയിച്ചുകൊണ്ട് സ്വകീയമായ ആഖ്യാന വൈചിത്ര്യങ്ങളുടെ അത്ഭുത കാഴ്ചകളൊരുക്കിയ അതുല്യ നാടകക്കാരനായിരുന്നു പ്രൊഫസർ ജി ശങ്കരപിള്ള സാർ. നാടകത്തെ ജീവിതമാക്കിയ ആ മഹാപ്രതിഭ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് നീണ്ട 30 വർഷം പിന്നിടുന്നു. നാടകവേദിയെയും നാടകസാഹിത്യത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വിലപ്പെട്ട സംഭാവനകൾ സമ്മാനിച്ച ശേഷമാണ് അദ്ദേഹം അരങ്ങൊഴിഞ്ഞത്. സമഗ്ര നാടകാചാര്യനെന്ന സവിശേഷ വിശേഷത്തിന് സർവ്വതാ യോഗ്യനായ ഈ മഹാഗുരുനാഥൻ്റെ ജീവിതവും നാടകദർശനവും പരസ്പര ബന്ധിതവും സുദൃഢവുമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ തപോവനം പോലെ പ്രശാന്തസുന്ദരമായ ക്യാമ്പസിൽ ഒരു BTA ബിരുദ വിദ്യാർത്ഥിയായി എത്തുമ്പോൾ മനസ്സിൽ നിറയെ നാടകമായിരുന്നു. ആദ്യ ദിനം ഒരുപാട് കേട്ടറിഞ്ഞ നാടകത്തിൻ്റെ മഹാഗുരുനാഥൻ ശങ്കരപിള്ള സാർ ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. നാടകാർത്ഥികളായ ഞങ്ങൾ ഒരു താപസിനെപ്പോലെ പാതിയടഞ്ഞ മിഴികളോടെ ധ്യാനത്തിലെന്ന പോലെ സൗമ്യനും ശാന്തവുമായ മന്ത്രധ്വനി പോലെയുള്ള വാക്കുകൾ മഹാനായ നാടകാചാര്യൻ പറഞ്ഞു തുടങ്ങി. ജീവനുള്ള നടൻ ജീവനുള്ള പ്രേക്ഷകനുമായി നേരിട്ട് സംവദിക്കുന്ന ജീവനുള്ള കലയാണ് നാടകം. ജീവത്തായ കല. സംഘർഷമാണ് നാടകത്തിൻ്റെ ജീവൻ. കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ളതും കഥാപാത്രങ്ങൾ തമ്മിലുള്ളതുമായ വൈകാരിക സംഘർഷങ്ങളുടെ ഉദാത്ത മുഹൂർത്തങ്ങളാണ് ഒരു നാടകത്തെ ശ്രേഷ്ഠമാക്കുന്നത്. തെല്ല് നേരത്തെ നിശബ്ദത. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. നാടകമാണ് നിങ്ങളുടെ ഉപകരണം. ഏതൊരു ഉപകരണം കൈകാര്യം ചെയ്യുന്നവനും ആ ഉപകരണത്തിൻ്റെ ശക്തിയും ദൗർബല്യവും വ്യാപ്തിയും പരിമിതിയും സർവ്വസവിശേഷതകളും സാധ്യതകളും എല്ലാം സമഗ്രമായി അറിഞ്ഞിരിക്കണം. എങ്കിലേ ആ ഉപകരണം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനാവൂ. നാടകത്തെക്കുറിച്ചും അതിൻ്റെ കലാപരവും സാങ്കേതികവുമായ പരിശീലനത്തിൻ്റെ ആവശ്യതയെക്കുറിച്ചുമുള്ള ജീവൻ തുടിക്കുന്ന ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ആഴങ്ങളിൽ നിന്ന് ഉയർന്ന് ഹൃദയത്തെ തൊട്ട് പുറത്തേക്ക് പ്രവഹിക്കുകയാണെന്ന് തോന്നി. അത്രയ്ക്ക് ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും നിറവുണ്ടായിരുന്നു ആർജവമുള്ള ആ വാക്കുകൾക്ക്. നാടകത്തെക്കുറിച്ചുള്ള അബദ്ധധാരണകളെല്ലാം ശങ്കരപിള്ള സാറിൻ്റെ ക്ലാസ്സുകളിൽ കടപുഴകി വീണു. പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ നാടക സങ്കല്പങ്ങളും അവിടെ അനാവരണം ചെയ്യപ്പെട്ടു. ഓരോ ദിവസത്തെയും ക്ലാസ്സിനായി വെമ്പലോടെ കാത്തിരുന്നു. നാടകമെന്നത് ഇത്രയേറെ ആഴത്തിൽ അറിയാനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞത് സാറിൻ്റെ ക്ലാസ് മുറിയിൽ നിന്നാണ്. നാടകത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ ആദിമ രൂപങ്ങൾ, പ്രാചീന നാടോടി നാടകങ്ങൾ, തെയ്യം, തിറ, പടയണി പോലുള്ള അനുഷ്ഠാന കലാരൂപങ്ങൾ, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ ക്ലാസിക്കൽ കലാരൂപങ്ങൾ, ഭരതമുനിയുടെ നാട്യശാസ്ത്രവും രസസിദ്ധാന്തങ്ങളും, സംസ്കൃത നാടകാവതരണങ്ങൾ, തമിഴ് സംഗീത നാടകങ്ങൾ, പാഴ്സി നാടകങ്ങൾ, അവരുടെ അനുകരണങ്ങളിലൂടെയുണ്ടായ മലയാള നാടകങ്ങൾ, ഇങ്ങനെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും മൊത്തത്തിൽ പൗരസ്ത്യ നാടകവേദിയെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം പഠിപ്പിച്ചു. പാശ്ചാത്യ നാടകവേദിയുടെ ഉൽപ്പത്തി മുതൽ ഓരോ പരിണാമവും പഴയതും പുതിയതുമായ സമ്പ്രദായങ്ങളും സങ്കേതങ്ങളും വ്യത്യസ്ത ശൈലികളും ദർശനങ്ങളും സിദ്ധാന്തങ്ങളും ഇസങ്ങളും പുത്തൻ പരീക്ഷണങ്ങളുമെല്ലാം ലോകമെമ്പാടും നാടകവേദിയിലുണ്ടാക്കുന്ന അർത്ഥവത്തായ നൂതന ചലനങ്ങളെക്കുറിച്ച് അപ്പോൾ അറിഞ്ഞിരുന്ന ക്രാന്തദർശിയായ ജി ശങ്കരപിള്ള സാർ അവധാനതയോടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സോഫോക്ലീസിനും ഗ്രീക്ക് ട്രാജഡികളും അരിസ്റ്റോട്ടിലും കഥാർസിസും ഷേക്സ്പിയറും ഇബ്സനും ബർത്തോൾട്ട് ബ്രഹ്റ്റും എപ്പിക് തിയേറ്ററും സ്റ്റാനിസ്ലാവ്സ്കിയും മേയർഹോൾഡും അവരുടെ അഭിനയ സിദ്ധാന്തങ്ങളും യോനെസ്കോയും സാമുവൽ ബെക്കറ്റും അവർ മനുഷ്യജീവിത സത്യങ്ങളുടെ ദാർശനിക സമസ്യകൾ തീവ്രമായി ആവിഷ്കരിച്ച അബ്സേർഡ് നാടകങ്ങളും അങ്ങനെ പാശ്ചാത്യ നാടകവേദിയുടെ ഗതി മാറ്റിയ പ്രതിഭകളെയും അവരുടെ സംഭാവനകളെയും കൃത്യമായി വിശദീകരിച്ച് നൽകി. തൻ്റെ ശിഷ്യന്മാരെയെല്ലാം കലയുടെ പുതിയ ചക്രവാളത്തിലേക്കും ലോക നാടകവേദിയുടെ അനന്തവിഹായസിലേക്കും അനായാസം കൂട്ടിക്കൊണ്ടുപോയ നാളുകൾ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്ത ശിലാലിഖിതങ്ങളാണ്. നാടകകൃതി, അരങ്ങ്, സംവിധാനം, അഭിനയം, രംഗാവതരണം, രംഗഭാഷ, നാടക നിരൂപണം, ആസ്വാദനം എന്നിങ്ങനെ നാടകത്തെക്കുറിച്ച് സർവ്വതല സ്പർശിയായ അഗാധ ജ്ഞാനം ശങ്കരപിള്ള സാറിനുണ്ടായിരുന്നു. നിലവിലിരുന്ന വികലമായ നാടക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതാനുള്ള വ്യഗ്രത എപ്പോഴും അദ്ദേഹം പുലർത്തിയിരുന്നു. കേരളത്തിനകത്തും പുറത്തും നാടകത്തെക്കുറിച്ച് ഒട്ടേറെ ക്ലാസുകളും ക്യാമ്പുകളും നാടകക്കളരികൾ അദ്ദേഹം സംഘടിപ്പിച്ചു. എഴുതിയും പ്രസംഗിച്ചും സ്വന്തം ദർശനങ്ങൾക്കിണങ്ങുന്ന നിരവധി നാടകങ്ങൾ രചിച്ചും അത് രംഗത്ത് അവതരിപ്പിച്ചും മലയാള നാടകവേദിക്കൊരു പുതിയ ദിശാബോധം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന നാടക പരിശീലന കേന്ദ്രം ആരംഭിക്കുകയും പഠനവും ഗവേഷണവും വേറിട്ട നാടക പ്രവർത്തനങ്ങളുമായി പുതിയൊരു നാടകബോധത്തിന് തുടക്കമിടുകയും ചെയ്തു.
കുട്ടികളുടെ വ്യക്തിത്വ വികാസവും സ്വഭാവ രൂപീകരണവും ബുദ്ധി വളർച്ചയും തിയേറ്റർ പരിശീലനത്തിലൂടെ സാധ്യമാകുന്ന കുട്ടികളുടെ നാടകവേദിയെക്കുറിച്ച് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു. ഭാവിയിലെ മഹാനാടക പ്രതിഭകളെ വാർത്തെടുക്കുന്ന ദൗത്യം ചിൽഡ്രൻസ് തിയേറ്ററിലൂടെ ലക്ഷ്യമിടുകയും അതിനായി കുഞ്ഞു മനസ്സുകളുടെ കൗതുകം കണ്ടറിഞ്ഞ് മധുരതരങ്ങളായ നിരവധി കുട്ടികളുടെ നാടകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. രംഗപ്രഭാത് എന്ന കുട്ടികളുടെ നാടക പരിശീലന കേന്ദ്രത്തിന് പിന്നിലെ പ്രചോദനം ശങ്കരപിള്ള സാറായിരുന്നു. നാടകത്തിൻ്റെ നിലവിലുള്ള സമ്പ്രദായങ്ങളുടെ പ്രമാണങ്ങളൊക്കെ തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം ഭാവനയുടെ നിയമങ്ങൾ മാത്രം അനുസരിച്ച് അദ്ദേഹം ചെറുതും വലുതുമായ ലക്ഷണമൊത്ത 100ഓളം നാടകങ്ങൾ രചിച്ചു. തീവ്രമായ അന്വേഷണപരതയും നിശിതമായ സാമൂഹിക വിമർശനവും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആ രചനകളെല്ലാം. നാടക സംബന്ധിയായ ലേഖനങ്ങൾ: മലയാള നാടകവേദിയെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായ മലയാള നാടക സാഹിത്യ ചരിത്രം, നാടകത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതിപാദിക്കുന്ന പ്രൗഢമായ ഒട്ടനവധി പഠനഗ്രന്ഥങ്ങൾ, യൂറോപ്യൻ നാടക പ്രസ്ഥാനത്തെ റിയലിസത്തിൻ്റെ പുതുവഴിയിലൂടെ നടത്തിയ നാടകത്തിൻ്റെ രാജശില്പി ഇബ്സൻ്റെ നാടക സമ്പത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം, ഇതര വിഭാഗത്തിലുള്ള രചനകൾ, വിവർത്തനങ്ങൾ, ഇങ്ങനെ ഒരു പുരുഷായുസ് മുഴുവൻ നാടകത്തിൻ്റെ ഈ പെരുന്തച്ഛൻ നാടകത്തിനായി മാത്രം ജീവിച്ചു, നാടകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. നമ്മുടെ നാടകവേദിയെ ബാധിച്ചിരിക്കുന്ന അപജയങ്ങളിൽ നിന്ന് മുക്തമായ ശുദ്ധമായ നാടകത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടു. അർത്ഥപൂർണമായ ഒരു നാടകവേദിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. എല്ലാ അർത്ഥങ്ങളിലും നമ്മുടെ നാടകവേദിയിൽ നവീന നാടകത്തിൻ്റെ ഒരു നിശബ്ദ വിപ്ലവം നടത്തുകയായിരുന്നു നാടക ചിന്തകനും ദാർശനികനുമായ പ്രൊഫസർ ജി ശങ്കരപിള്ള. നാടകം എന്നാൽ എന്തെന്നും എന്തല്ല എന്നും കൃത്യമായി അറിയാമെന്ന അദ്ദേഹത്തിൻ്റെ ഓരോ നാടകവും മലയാള നാടകങ്ങളുടെ കൂട്ടത്തിൽ ധീരമായ പരീക്ഷണങ്ങളായിരുന്നു. രംഗാവിഷ്കാരവും ആസ്വാദനവുമെല്ലാം നിലവിലെ രീതികളിലൂടെ പൊളിച്ചെഴുത്ത് ആവശ്യപ്പെടുന്ന നാടകങ്ങൾ. ഭാവരൂപ ശില്പങ്ങളിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ആ നാടകങ്ങളെല്ലാം തന്നെ സംവിധായകൻ്റെയും അഭിനേതാക്കളുടെയും സർവ്വ കഴിവും പരീക്ഷണ വിധേയമാക്കുന്നവയാണ്. നമ്മുടെ നാടകവേദിക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് അവയോരോന്നും. തനത് നാടകവേദിയെക്കുറിച്ചുള്ള ശങ്കരപിള്ള സാറിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഏറെ ശ്രദ്ധേയമാണ്. ഭാരതീയമായ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കലകളുടെയും അംശങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം പാശ്ചാത്യമായ നല്ല ധാരകളും സ്വാംശീകരിക്കുന്നു. അങ്ങനെ പൗരസ്ത്യവും പാശ്ചാത്യമായ ഈ സംശ്ലേഷണത്തിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് സിന്തസിസ് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെമ്പാടുമുള്ള സർവ്വ മനുഷ്യൻ്റെയും അടിസ്ഥാന ഭാവങ്ങളുമായി സംവദിക്കുന്ന നവ്യമായ നാടകാനുഭവം നൽകുന്ന പുതിയൊരു രംഗഭാഷ, ഒരു വിശ്വഭാഷ നമ്മുടെ നാടകവേദിക്ക് പ്രദാനം ചെയ്യുക എന്നതായിരുന്നു ആ ദർശനം. ലോകം മുഴുവനും ഒന്നാകുന്ന ആഗോളവൽക്കരണത്തിൻ്റെ ഈ ആധുനിക കാലത്ത് ആ തനത് നാടക സങ്കല്പത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അദ്ദേഹം നിരന്തരം എഴുതുകയും പറയുകയും ചെയ്തിരുന്ന ആ നാടക സങ്കല്പത്തിൽ ഏറ്റവും ഉദാത്തമായ മൂർത്തരൂപമായിരുന്നു കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം. രൂപപരമായ പരീക്ഷണവും പ്രമേയപരമായ അന്വേഷണവും ദാർശനികമായ ദുരന്തബോധവും ഒന്നിക്കുന്ന ഒരു നാടകം. വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹികമോ ആയ പ്രശ്നമല്ല ഇതിലെ പ്രമേയം. മനുഷ്യവർഗത്തിൻ്റെ നിരന്തരമായ അന്വേഷണം. എന്താണ് അന്വേഷിക്കുന്നതെന്നോ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്നോ വ്യക്തമായി അറിയാതെ അന്വേഷിക്കുന്നത് തന്നിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയാതെയുള്ള അന്വേഷണം. ശൂന്യതയിൽ അവസാനിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിട്ട് നിർത്താതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അന്വേഷണം. തീവ്രമായ ഒരു അനുഭവമായി നാടകം മാറുന്നത് ഓരോ നിമിഷവും പ്രേക്ഷകർ ആത്മാവിൽ അറിയുന്ന നാടകം. നാടകത്തിന് ഇത്രയും ശക്തിയും സൗന്ദര്യമോ എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിച്ചു പോകുന്ന നാടകം. ലോക നാടകവേദിയുടെ രംഗവേദിയിൽ ഇന്ത്യൻ നാടകത്തിൻ്റെ ഉജ്ജ്വലമുഖവുമായി അവതരിപ്പിക്കാവുന്ന നാടകമെന്ന കറുത്ത ദൈവത്തെ തേടിയെക്കുറിച്ച് നാടക പണ്ഡിതന്മാരും പ്രമുഖ നിരൂപകരും പ്രശംസിച്ചിട്ടുണ്ട്. നമ്മുടെ നാടകവേദിയെ ലോക നാടകവേദിയുടെ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്താൻ ജീവിതകാലം മുഴുവനും നാടകത്തിൽ മാത്രം അഭിരമിച്ചു കൊണ്ടിരുന്ന അക്ഷീണം യജ്ഞ ആ മഹാ ജീനിയസിനെ തേടി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങളെത്തി. അതിലൊന്നും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നില്ല. ഒരു നിയോഗം പോലെ തൻ്റെ നാടകസഭയെ അനുസ്യൂതം തുടരുന്നതിലായിരുന്നു അദ്ദേഹം മനസ്സർപ്പിച്ചത്. സ്കൂൾ ഓഫ് ഡ്രാമയുടെയും സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെയും ഡയറക്ടർ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ തുടങ്ങി നിരവധി ഔദ്യോഗിക സ്ഥാനങ്ങളും അലങ്കരിച്ചു. സ്വകീയമായ പ്രവർത്തന ശൈലിയിലൂടെയും അവിടെയെല്ലാം നക്ഷത്ര ശോഭയോടെ അദ്ദേഹം വിരാജിച്ചു. അതൊന്നും അദ്ദേഹത്തിൻ്റെ അർഹതയ്ക്ക് മതിയായ അംഗീകാരങ്ങളായിരുന്നില്ല. ഇവിടെ എഴുതിയതിലും എത്രയോ മേലെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ആ ശ്രേഷ്ഠ ഗുരുനാഥനുമൊത്തുള്ള അനർഘ നിമിഷങ്ങൾ ഒരുപാടുണ്ട് ഓർമ്മയിൽ ഒരിക്കലും മറയാതെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏക നാടകമായ കഥാബീജം ശങ്കരപിള്ള സാർ സംവിധാനം ചെയ്തപ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചത് സാക്ഷാൽ ബേപ്പൂർ സുൽത്താൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് പ്രശംസ നേടിയത് വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളുടെ മറ്റ് രംഗാവതരണങ്ങൾക്ക് പ്രേക്ഷകരുടെ കൂട്ടത്തിൽ നിഷ്കളമായി അദ്ദേഹം ആസ്വദിച്ചിരുന്നത്. നാടകശേഷം ഗ്രീൻ റൂമിൽ വന്ന് പിതൃനിർശേഷമായ വാത്സല്യത്തോടെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിച്ചിരുന്നത്. നാടകാവതരണങ്ങൾക്കായി ആചാര്യന്മാരുടെ ആ ആചാര്യനോടൊപ്പം അഭിമാനത്തോടെ പലയിടങ്ങളിലും യാത്ര ചെയ്തത് ജി ശങ്കരപിള്ള സാർ തെളിച്ച
വെളിച്ചം മുന്നോട്ട് നയിച്ച നാടകാചാര്യന്മാരായ എസ് രാമാനുജൻ സാർ, പി കെ വേണുക്കുട്ടൻ നായർ സാർ, വയലാ വാസുദേവൻ പിള്ള സാർ, എ കെ നമ്പ്യാർ സാർ, നരേന്ദ്രപ്രസാദ് സാർ തുടങ്ങിയവരൊക്കെ നാടകത്തെ ഇത്രമാത്രം പ്രണയിച്ച ആ നാടക ഗന്ധർവനെക്കുറിച്ച് വിവരിച്ചു തന്ന വിലപ്പെട്ട അറിവുകൾ അടൂർ ഗോപാലകൃഷ്ണ സാറും അഴീക്കോട് മാഷും കെ പി അപ്പൻ സാറും അയ്യപ്പൻ പണിക്കർ സാറും തുടങ്ങി കേരളത്തിനകത്തും പുറത്തുമായുള്ള അനവധി മഹാരഥന്മാർ അത്യാദരവോടെ നടത്തിയ അനുസ്മരണങ്ങൾ. ഭരത് ഗോപി, ഭരത് മുരളി, പി ബാലചന്ദ്രൻ, ശ്യാം പ്രസാദ്, രഞ്ജിത്ത് തുടങ്ങി പ്രഗത്ഭനും പ്രശസ്തനുമായ അദ്ദേഹത്തിൻ്റെ നിരവധി ശിഷ്യഗണങ്ങൾ ആദരണീയനായ ഗുരുനാഥനെക്കുറിച്ച് ആവേശത്തോടെ പറഞ്ഞു തന്ന അനുഭവങ്ങൾ. നാടകത്തിൻ്റെ ആ പ്രകാശഗോപുരത്തെക്കുറിച്ച് ദീപ്തമായ ഓർമ്മചിത്രങ്ങൾ ഒത്തിരിയുണ്ട് മനസ്സ് നിറയെ. തൻ്റെ മാനസപുത്രിയായ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഗുരുകുലാന്തരീക്ഷമുള്ള വിസ്തൃതമായ ക്യാമ്പസ്, ചുറ്റിലും കല്ലുകെട്ടി ഉയർത്തിയ മുത്തശ്ശി തേന്മാവുകളിലുള്ള നിൻ്റെ ചൂട്ടിൽ, എൻവയോൺമെൻറ്റ് തിയേറ്ററിൻ്റെ രംഗവേദി പോലുള്ള ആ കളിത്തറയിൽ ഏകാഗിയായി ശങ്കരപിള്ള സാർ, പശ്ചാത്തലത്തിൽ വരുന്ന ശിഷ്യഗണങ്ങളുടെ നാടകങ്ങളുടെ ഒരുക്കങ്ങളുടെ ആരവങ്ങളും മേളങ്ങളും നാടകത്തിൻ്റെ പുതിയ രസക്കൂട്ടുകൾ ഒരുക്കിയാണവർ. എല്ലാം അറിഞ്ഞാസ്വദിച്ച് ലോക നാടകവേദിയിൽ കണ്ണു നട്ടുന്ന പോലെ വിദൂരയിൽ നോക്കി പുത്തൻ നാടക സ്വപ്നങ്ങൾ കണ്ട് ഒരവധൂതനെ പോലെ നാടകകലയുടെ ആ മഹാഗോപുരം പ്രൊഫസർ ജി ശങ്കരപിള്ള ആധുനിക നാടകത്തിൻ്റെ ആ അമരക്കാരനില്ലാതെ നമ്മുടെ നാടകവേദി തുടരുമ്പോൾ അരങ്ങൊഴിഞ്ഞ ആ മഹാപ്രകാശത്തിൻ്റെ അഭാവം സൃഷ്ടിച്ച അപാരമായ ശൂന്യത മുന്നിൽ